ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അങ്കമാടി പ്രവേശനോത്സവത്തിന് പോവുകയാണേ. അങ്കമാടി പോവാണ്. നിങ്ങൾ അങ്കമാടി പോവാണ്. പഠിക്കാൻ പറ്റണേ. പ്രാർത്ഥിച്ചേ. അങ്കമാടി പോവാണ്. അങ്കമാടി പോവാണ്. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റണേ. കരയാൻ തോന്നല്ലേ. അപ്പൊ പുല്ലി എത്തിയിട്ട് വരുന്നപ്പോൾ അവിടെ ഇരിക്കണേ. എന്നിട്ട് ടീച്ചറോട് കൂട്ടുകൂടണേ. മുട്ടായി കിട്ടണേ. നന്നായിട്ട് പഠിക്കാൻ പറ്റണേ. ബുദ്ധി തരണേ. പിതാവിനും പുത്രനും നാമത്തിൽ ആമേൻ. അമ്മച്ചിക്ക് വിശ്വാസം കൊടുക്ക. ഉമ്മ കൊടുക്ക. ജോൺ അപ്പൊ വരുന്നുണ്ട്. ജോൺ വന്നോന്ന് പറഞ്ഞല്ലേ. അമ്മയും വരുവോ? പൊക്കോ പൊക്കോ നടക്ക. അമ്മ വരാം. എന്റെ ഷോളൊന്നും കേട്ടിട്ടല്ലേ. കേറി പോക്കോ പോക്കോ. ജോൺ വന്നോന്ന് പറഞ്ഞു. അമ്മയോ? കുമാർജി രണ്ട് കൈ നേരിട്ട് മേടിക്കുക. മേടിക്കുവോ? മേടിക്കുക. അത് ഞാൻ മേടിക്കുന്നു. ആദവെന്തിയെ ഉത്തരവാദിത്തമോടെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഞാൻ തന്നതല്ല. അടുത്തിരിക്കുന്നവര് കുഞ്ഞു കുട്ടികൾക്ക് പൊട്ടിച്ചു കൊടുക്കണേ. ചായ തണുപ്പിക്കട്ടെ കേട്ടോ. മോന് തണുപ്പിക്കണോ? പേടിച്ചോ? അപ്പൊ നമ്മുടെ കുട്ടികളില് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമേ നമ്മുടെ മനസ്സിലുള്ള ആ ആഗ്രഹങ്ങള് നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് ഓരോ പേരൻസും ശ്രമിക്കുന്നത്. അപ്പൊ അത് കുട്ടികൾ താങ്ങുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആദ്യമേ തന്നെ അതുങ്ങള് കളിച്ചു വളരട്ടെ, അല്ലെ ചിരിച്ചു വളരട്ടെ. നമുക്ക് അംഗൻവാടിയുടെ പഠന രീതി എന്താ? കളിയിലൂടെ, ചിരിയിലൂടെ, കഥകളിലൂടെ പഠനം. അപ്പൊ അന്നത്തെ നമുക്ക് 6 വയസ്സാകുമ്പോഴത്തേനും 5 വയസ്സാകുമ്പോഴത്തേനും ആ കുട്ടികള് ഏകദേശം സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രാപ്തമാക്കിയിരിക്കും. കാരണം ഞങ്ങൾക്ക് ഇത്രയും തീമുകളുണ്ട്. ഓരോ തീമുകളെ പറ്റിയും ഇവിടെ പഠിച്ചു പോയ കുട്ടികളുടെ മനസ്സിനറിയാം. ഓരോ സാരില്ല, ഓരോ ദിവസവും നമുക്ക് ഓരോ തീം അനുസരിച്ച് ഒരു തീം 15 ദിവസത്തേന് എടുക്കാനുണ്ട്. ഇപ്പൊ
ജൂലൈ 1 തൊട്ടുള്ള തീം എന്ന് പറയുന്നത് കുട്ടിയും കുടുംബവും. അപ്പൊ ആ കുട്ടിയും കുടുംബവും എന്താണ്? നമുക്ക് ചിത്രവായനയുണ്ട്, അതിനകത്ത് ആരോഗ്യമുണ്ട്, അവരൊക്കെ എന്ത് ഉണ്ടാവുക. പിന്നെ ഒരു വീട്ടിൽ ആരൊക്കെയുണ്ട്, അപ്പൊ അച്ഛന്റെ പേരെന്ത്, അച്ഛന്റെ ജോലിയുണ്ട്, അമ്മയുടെ പേരെന്ത്, അമ്മയുടെ ജോലിയുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ഓരോ ദിവസവും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള അതെല്ലാം ഇതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. അത് പാട്ടാണേലും കൽമാനം കുട്ടികളിൽ, ഇപ്പോഴത്തെ കുട്ടികളിലൊന്നും അങ്ങനെ ഒരു ബഹുമാനം, മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഒത്തിരി ഒന്നും അങ്ങനെയൊന്നും. അപ്പം ഹസ്ബൻഡിൻ്റെ കയ്യിലൊരു ഫോൺ കാണും, വൈഫിൻ്റെ കയ്യിൽ ഒരു ഫോൺ കാണും, പിന്നെ വീട്ടിലെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരുടെ എല്ലാം കയ്യിൽ ഓരോ ഫോൺ കാണും. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? ഇല്ല, സംസാരമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ഈ കുട്ടികളിലും അത് രൂപപ്പെടുന്നു. കാരണം പരസ്പരം സംസാരിച്ച് പരസ്പരം നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ള ഒരു ആണെങ്കിൽ കൊച്ചൊന്ന് ഉറങ്ങി അപ്പം അങ്ങനെ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുക കേട്ടോ. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.